ഹായ് ഗുഡ് മോർണിംഗ്. 21 ജൂലൈ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ നമുക്ക് കിടക്കാം. മാർക്കറ്റിൽ ഹെവി വെയ്റ്റ് സ്റ്റോക്സിൻ്റെയൊക്കെ റിസൾട്ട് വരുന്നൊരു സമയമാണ്. അപ്പോൾ അതിൽ റിലയൻസിൻ്റെ റിസൾട്ട് വളരെ മനോഹരമായിരുന്നു. ബാക്കി HDFC ബാങ്കിൻ്റെ വളരെ അത്ര നല്ലൊരു സംഭവമല്ല. HBLൻ്റെ സെയിൽസിന് ശേഷം അതിൻ്റെ പ്രോഫിറ്റും കൂടെ ചേർന്നിട്ടാണ് പ്രോഫിറ്റ് അത്ര നല്ല രീതിക്കല്ല HDFC ബാങ്കിൽ വന്നിട്ടുള്ള. ആക്സിസ് ബാങ്കും ICICI ഒക്കെ ഏതാണ്ട് ആ ഒരു കണക്കിൽ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ബാങ്കിങ് സെക്ടറിൻ്റെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനോടുള്ളൊരു സപ്പോർട്ടുണ്ടായിരുന്നു. ആ സപ്പോർട്ട് ഇന്ന് മുതൽ അത് കിട്ടുമോ എന്നുള്ളതൊന്ന് ഒന്ന് നോക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. സോ ഇന്നും കൂടെ ഇന്ന് അറിയാം നമുക്ക് ബാങ്കിങ് സെക്ടർ വരും ദിവസങ്ങളിൽ നിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. സോ അതൊരു കൺസേൺ ആണ് എന്ന് തന്നെ പറയാം. ഓക്കെ, അടുത്ത് മാർക്കറ്റിൽ ടാരിഫ് ഇഷ്യൂസ് അവിടെ നിൽപ്പുണ്ട്. അതും അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ഈ മന്ത് എൻഡ് വരെ അത് കൊണ്ടുപോകും. ക്രൂഡ് ഓയിൽ മാത്രമാണ് അത്യാവശ്യം നല്ലൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല മൊമെൻറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും തരുന്നുണ്ട്. നല്ല മാർക്കറ്റാണ് ഓക്കെ ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ക്രൂഡ് ഓയിലാണ്. അപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് ഈ കാണുന്നുണ്ടോ, ഈ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ അടിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ, അതായത് യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് നല്ലൊരു റിജക്ഷൻ അടിച്ചു. അടുത്ത് ഒരു സെക്കൻഡ്, ഓക്കെ അടുത്ത് ഇവിടെ ഒരു റിജക്ഷൻ അടിച്ചു. ഈ ക്യാൻഡിൽ കയറി ക്ലോസ് ചെയ്തതിനെ പോലും വീണ്ടും റിജക്ഷൻ അടിച്ചു. സോ 25,000 ഈസ് ഗോയിങ് ടു ബി എ ടഫർ റേഞ്ച്. ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ സ്ഥിരം നോക്കുന്ന ചാർട്ടിലേക്ക് നോക്കിയാലും മാർക്കറ്റ് ഒരു നെഗറ്റീവ് ക്യാൻഡിലാണ് വന്ന് താഴെ ക്ലോസ് ചെയ്തത്. സോ ഇത് ഞാൻ കുറേ കാലമായിട്ട് നമ്മൾ വരച്ച് വെച്ചിരുന്ന ഒരു ട്രെൻഡ് ലൈനാണ് അല്ലേ. ഏതാണ്ട് മെയ് മാസം തൊട്ട് വരച്ച് വെച്ചിരുന്ന ഒരു ട്രെൻഡ് ലൈനാണ്. ഇപ്പോൾ ബ്രേക്ക് ചെയ്തു. ഇതിന് മുന്നേ ഒരിക്കൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ ബ്രേക്ക് അടുത്ത ദിവസം അത് അതേ സ്പീഡിൽ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. റീസൺ എനിക്ക് മറന്നു. അത് നമ്മുടെ ട്രംപിൻ്റെ ടാരിഫ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അടുത്തത് തിരിച്ച് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീഴ്ചയിൽ നമുക്ക് തിരിച്ച് കയറാനുള്ള ന്യൂസസ് ഒന്നുമില്ല. ദാറ്റ്സ് മൈ വറിയിങ് കൺസേൺ. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ഒരു സൈഡ് വേസ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയ്ക്കും ഇടയിൽ. സോ നമ്മളിപ്പോൾ ആ ഏരിയയിലേക്ക് കടന്നിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ മാർക്കറ്റ്, ഓൾറെഡി നമ്മുടെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ സ്ലൈറ്റ്ലി അത് താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ ചാനലിലേക്ക് 24,500-നും 25,100 മാക്സിമം അത്ര തന്നെയാണ് ആ ഒരു റേഞ്ചിനുള്ളിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. സോ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വിങ് ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ചെയ്തില്ല, നിഫ്റ്റി സ്പെസിഫിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ലാഭം കിട്ടത്തില്ല. വളരെ അപൂർവം കുറച്ച് സ്റ്റോക്കുകൾ ഇങ്ങനെ മാർക്കറ്റിൽ കയറിക്കൊണ്ടിരിക്കും. ആ സ്റ്റോക്കുകളെ പിക്ക് ചെയ്യുക, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഐ തിങ്ക് ലാസ്റ്റ് ഡേയിൽ ഞാൻ കുറച്ച് ദേവയാനി എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്, KFC ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റോക്ക് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മാർക്കറ്റ് വീഴുന്ന സമയത്തും ആ സ്റ്റോക്ക് കയറുന്നുണ്ടായിരുന്നു. ഇന്നും കയറുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ വാച്ച് ചെയ്യാം. അത് ഇനിയും മേളിലേക്കൊരു മൊമെൻറ്റം കിടപ്പുണ്ട്. വേറെ അധികം സ്റ്റോക്സ് ഞാൻ എടുത്തിട്ടില്ല. ആ ഒരു സ്റ്റോക്കും മറ്റ് 1-2 സ്റ്റോക്ക് കൂടെ, അത് ഞാൻ സ്ക്രീൻഷോട്ട് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ ഇൻട്രാഡേ ട്രേഡറിന് ഇപ്പോൾ ഒരു ബെയറിഷ് സ്റ്റാൻഡാണ്. എന്നാൽ ബെയറിഷ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് 940 ഇന്നലത്തെ ലോയിന്, വെള്ളിയാഴ്ചത്തെ ലോയിന് താഴെ ഒരു എൻട്രിക്ക് പ്ലാൻ ചെയ്യാം. 24,800, 24,600 ഒക്കെയാണ് അതിൻ്റെ അടുത്ത ടാർഗറ്റ്സ് എന്ന് പറയുന്നത്. മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ തേഴ്സ്ഡേ ഹൈ ആയിട്ടുള്ള 25,240 രണ്ട് നമ്പർ ഞാൻ സ്ഥിരം പറയുന്ന 25,100, 25,240, താഴേക്ക് 25,000 ഇല്ലെങ്കിൽ 25,4,960 എന്നുള്ളൊരു നമ്പർ, 24,800 ഈ ഇത്രയും നമ്പറാണ് സ്ഥിരം പറയുക. ഇപ്പോൾ താഴേക്ക് നിൽക്കുന്ന സ്ഥിതിക്ക് ഞാൻ 600 കൂടെ ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. സോ മാർക്കറ്റിൽ നല്ല സ്റ്റോക്കാണ് കയ്യിലിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാർഷ്യലി ഒഴിവാക്കാം. 1-2 പേര് മെസ്സേജ് ഇട്ടു പ്രോഫിറ്റിലിരിക്കുന്ന ഒഴിവാക്കണമെന്നുള്ളത്. പാർഷ്യലി ബുക്ക് ചെയ്യാം. ഇതിൻ്റെ താഴെ വന്ന സ്ഥിതിക്ക് പാർഷ്യലി വേണമെങ്കിൽ ബുക്ക് ചെയ്യാം.
ഇല്ലാത്തവർ ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ലെവലായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു SL എന്ന് പറയുന്നത്. 24,800 താഴെ പോയാലായിരിക്കും ഞാൻ SL കീപ്പ് ഈ ഒരു ഡോജിക്കൊക്കെ താഴെ പോകണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ട്രേഡേഴ്സ് തിങ്ക് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്വിങ് ട്രേഡർ കംപ്ലീറ്റ്ലി ഇത് തന്നെയാണ്. ക്രൂഡ് ഓയിലിൽ നോക്കിയാൽ ക്രൂഡ് ഓയിലും ഇങ്ങനെ ഒരു പാറ്റേൺ നിൽപ്പുണ്ട്. ഇവിടെ രണ്ട് സൈഡിലത്തേക്കും റിജക്ഷൻ നിൽപ്പുണ്ട്. ഓക്കെ ഓക്കെ, ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുന്നതിന് പകരം ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് തിരിച്ച് പോയിട്ടുണ്ട്. ഇവിടെ നിന്നും തിരിച്ച് താഴോട്ട് ഇറങ്ങുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയും എടുക്കാം, തിരിച്ച് ഇതും ഒരു ട്രെൻഡ് ലൈനായിട്ട് വേണമെങ്കിൽ എടുക്കാം. നോക്കാം മാർക്കറ്റ് എങ്ങനെ വരുന്നു എന്നുള്ളത്. ഓപ്പൺ ചെയ്ത് ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ്. കൺസോൾട്ടേഷൻ ഏരിയയ്ക്ക് ശേഷം നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഞങ്ങൾ ഇവിടെയൊക്കെ ട്രേഡ് ചെയ്ത ഓർമ്മയുണ്ട്. അതിനുശേഷം പോയ ഹൈ ആണിതെന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ജൂലൈ അല്ല, ഇവിടെയൊക്കെ ട്രേഡ് ചെയ്തു. ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ശരി, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. ക്രൂഡ് ഓയിലിനും സമയമുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 6,000 ഈ ഒരു റേഞ്ചിലൊക്കെ നമ്മുടെ ട്രേഡിൻ്റെ ടാർഗറ്റ് ആയിരുന്നു. ഈ ഒരു റേഞ്ചിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇല്ലെങ്കിൽ ഈ ഒരു ബോക്സിൻ്റെ മേളിൽ അത് നിങ്ങൾ പേഴ്സണലി ഗ്രൂപ്പിനകത്ത് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ഇട്ടുതരാം. ഈ ക്യാൻഡലിൻ്റെ ലോ 5,800 600 താഴെ ഇതിൻ്റെ ഇടയിൽ 1-2 ലെവൽസ് ഉണ്ട്. അത് ഞാൻ ചാർട്ടായിട്ട് തന്നെ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്തേക്കാം. സോ ഇന്നത്തെ അനാലിസിസ് ഇത്രയേ ഉള്ളൂ. സേഫായിട്ട് ട്രേഡ് ചെയ്യുക. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.